ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എഡ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ മക്കളുടെ മാത്സിലെ 9ാമത്തെ പാഠമാണ്. സംഖ്യാബന്ധങ്ങൾ എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര് കേട്ടോ. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD 5 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ഗണിതത്തിൻ്റെ മാത്രം വീഡിയോസ് മതിയെങ്കിൽ STD 5 മാത്സ് എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. കൂട്ടലും കുറയ്ക്കലും ഗുണനവും. ഒരു ചെറിയ കണക്ക്. 8 രൂപ വീതം വിലയുള്ള 12 പേന വാങ്ങാൻ എത്ര രൂപ വേണം? എങ്ങനെയാണ് നമ്മൾ കണക്കാക്കിയത്? നമുക്ക് ഒന്നുകിൽ 8 ഗുണിക്കണം 12 ചെയ്യാം, അല്ലേ അതല്ല എന്നുണ്ടെങ്കിൽ 12 പേനകളാണ് വേണ്ടത്. അപ്പോൾ 12 തവണ 8 എഴുതി കൂട്ടി നോക്കാം. 10 പേനയ്ക്ക്, അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതി ഇവിടെ തന്നിട്ടുണ്ട്. എങ്ങനെയാണ്? 10 പേനയ്ക്ക് 80 രൂപ, 2 പേനയ്ക്ക് 16 രൂപ. അപ്പോൾ ആകെ 80 കൂട്ടണം 16 = 96 രൂപ. ഇങ്ങനെ മനസ്സിൽ തന്നെ കണക്ക് കൂട്ടുകയാണോ നിങ്ങൾ ചെയ്തത്? ഈ ക്രിയകൾ കണക്ക് ഭാഷയിൽ എഴുതുന്നത് എങ്ങനെയാണ്? 12 ഗുണിക്കണം 8 സമം എങ്ങനെയാണ്? 12നെ നമുക്ക് എങ്ങനെ എഴുതാം? 10 കൂട്ടണം 2 എന്ന് എഴുതാം, അല്ലേ? അതിലേക്ക് ഈ 8 കൊണ്ട് പൊതുവായി ഗുണിക്കുക. എന്നിട്ട് ബ്രാക്കറ്റിലുള്ള ഓരോ സംഖ്യയെയും പുറത്തുള്ള ഈ ഗുണിക്കേണ്ട സംഖ്യയിലേക്ക് സെപ്പറേറ്റ് ഗുണിച്ച് 2 കൂടെ കൂട്ടുക. അതായത് ബ്രാക്കറ്റിന് പുറത്തുള്ള 8ലേക്ക് 10 ആദ്യം ഗുണിക്കുക, എന്നിട്ട് അതിലോട് ബ്രാക്കറ്റിന് പുറത്തുള്ള 8ലേക്ക് 2 ഗുണിച്ചത് കൂട്ടുക. അപ്പോൾ 10 ഗുണിക്കണം 8 എന്ന് പറയുമ്പോൾ 80 ആണ്. 2 ഗുണിക്കണം 8 എന്ന് പറയുമ്പോൾ 16 ആണ്. 80 കൂട്ടണം 16 = 96. ഇത് ചിത്രമായും നമുക്ക് കാണിക്കാം. എങ്ങനെയാണ്? 8 ഗുണിക്കണം 12 ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ 8 വരികളും 12 നിരകളും ഉള്ള ഒരു കോളത്തിൽ നമ്മൾ കോളം എടുക്കുന്നു. നമ്മൾ എന്നിട്ട് ഡോട്ടുകൾ ഇട്ടിട്ടാണ് കേട്ടോ ഇവിടെ കാണിച്ചിട്ടുള്ളത്. എന്നിട്ട് അതിനെന്ത് ചെയ്യുന്നു? 12നെ നമ്മൾ 10 2 എന്ന് എഴുതുന്നു. സെപ്പറേറ്റ് നമുക്ക് 10 ഗുണിക്കണം 8 കൂട്ടണം 2 ഗുണിക്കണം 8 ചെയ്ത് നോക്കിയാൽ ഉത്തരം കിട്ടും. ഇവിടെ ഉപയോഗിച്ച പൊതുതത്വം എന്താണ്? 2 സംഖ്യകളുടെ തുകയെ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കാൻ തുകയിലെ ഓരോ സംഖ്യയെയും ഗുണിച്ച് കൂട്ടിയാൽ മതി. അല്പം ചുരുക്കി ഇങ്ങനെ പറയാം: തുകയുടെ ഗുണനഫലം ഗുണനഫലങ്ങളുടെ തുകയാണ്. പേന കണക്കിനി ഇങ്ങനെ ആക്കിയാലോ? 8 രൂപ വീതം വിലയുള്ള 19 പേന വാങ്ങാൻ എത്ര രൂപ വേണം? നേരത്തെ ചെയ്തതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ മനക്കണക്കായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം? 10 പേനയ്ക്ക് 80 രൂപ, 9 പേനയ്ക്ക് 9 ഗുണിക്കണം 8 = 72. അപ്പോൾ ആകെ 80 കൂട്ടണം 72 = 152 രൂപ എന്നിങ്ങനെ നമുക്ക് മനക്കണക്കാക്കിയിട്ട് ചെയ്യാം. മറ്റൊരു വഴി എന്താണ്? 20 പേനയ്ക്ക് 20 ഗുണിക്കണം 8 = 160 രൂപ. 1 പേനയ്ക്ക് 1 ഗുണിക്കണം 8 = 8 രൂപ. അപ്പോൾ 19 പേനയ്ക്ക് എന്താണ്? 160ൽ നിന്നും ഒരു 8 കുറച്ചാൽ പോരെ? 152 രൂപ. അതായത് 19 ഗുണിക്കണം 8 എന്നുള്ളതിന് നമുക്ക് എങ്ങനെ എഴുതാം? 20 കുറയ്ക്കണം 1 ഗുണിക്കണം 8 എന്ന് എഴുതാം. അതായത് 20 കുറയ്ക്കണം 1 ബ്രാക്കറ്റിൽ ഇട്ടിട്ട് പുറത്തേക്ക് × 8 എഴുതുക. ഇനി ബ്രാക്കറ്റിലുള്ള 20നെയും 1നെയും നമ്മൾ എന്ത് ചെയ്യുക? 8 കൊണ്ട് സെപ്പറേറ്റ് ഗുണിക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ കുറച്ച് നോക്കുക. 20 ഗുണിക്കണം 8 കുറയ്ക്കണം 1 ഗുണിക്കണം 8 160 കുറയ്ക്കണം 8 152. അങ്ങനെയും നമുക്ക് ചെയ്യാം. അത് നമുക്ക് ചിത്രീകരണമാക്കിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തുകയുടെ ഗുണനഫലം പോലെ വ്യത്യാസത്തിൻ്റെയും ഗുണനഫലം പൊതുതത്വമായി നമുക്ക് എങ്ങനെ പറയാം? വ്യത്യാസത്തിൻ്റെ ഗുണനഫലം ഗുണനഫലങ്ങളുടെ വ്യത്യാസമാണ് എന്ന് പറയാം. നേരത്തെ നമ്മൾ പഠിച്ചെന്തായിരുന്നു? തുകയുടെ ഗുണനഫലം ഗുണനഫലങ്ങളുടെ തുകയ്ക്ക് തുല്യമാണ്. അതുപോലെ തന്നെ വ്യത്യാസത്തിൻ്റെ ഗുണനഫലം ഗുണനഫലങ്ങളുടെ വ്യത്യാസത്തിന് തുല്യമാണ് എന്ന് പറയാം. ഇനി ഈ കണക്കുകൾ മനസ്സിൽ തന്നെ ചെയ്യാമോ എന്ന് നോക്കൂ. 15 ഗുണിക്കണം 6 നമുക്ക് എങ്ങനെ എഴുതാം? 10 ഗുണിക്കണം 6 = 60 ആണ്. 5 ഗുണിക്കണം 6 = 30 ആണ്. അപ്പോൾ 60 കൂട്ടണം 30 90 ആണ്. അല്ലെങ്കിൽ നമുക്ക് അല്ലാത്ത രീതിയിൽ എങ്ങനെ എഴുതി പോവാം മക്കളെ? 15നെ നമുക്ക് 10 കൂട്ടണം 5 എഴുതാം. എന്നിട്ട് 2നെയും കൊണ്ട് പൊതുവായിട്ട് 6 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 10 ഗുണിക്കണം 6 കൂട്ടണം 5 ഗുണിക്കണം 6 60 കൂട്ടണം 30 90 ആണ്. രണ്ടാമത്തേത് നോക്കൂ. 18 ഗുണിക്കണം 7 ആണ്. 18 നമുക്ക് 10 കൂട്ടണം 7 8 എന്ന് എഴുതാം. എന്നിട്ട് അതിനെ പൊതുവായി 7 കൊണ്ട് ഗുണിക്കുക. ഇനി ബ്രാക്കറ്റിലുള്ള ഓരോ സംഖ്യയെയും പൊതുവായിട്ട് 7 കൊണ്ട് സെപ്പറേറ്റ് ഗുണിച്ച് കൂട്ടുക. അതായത് 10 ഗുണിക്കണം 7 കൂട്ടണം 8 ഗുണിക്കണം 7. 10 ഗുണിക്കണം 7 70 ആണ്. 8 ഗുണിക്കണം 7 56 ആണ്. 70 കൂട്ടണം 56 126. മൂന്നാമത്തേത് നോക്കൂ. 24 ഗുണിക്കണം 9 ആണ്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 24നെ 20 കൂട്ടണം 4 എന്ന് എഴുതാം.
എന്നിട്ട് 9 കൊണ്ട് പൊതുവായി ഗുണിക്കുന്നു. ഇനി ബ്രാക്കറ്റിലുള്ള ഓരോ സംഖ്യയെയും 9 കൊണ്ട് ഗുണിച്ച് ആ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടുക. അതായത് 20 ഗുണിക്കണം 9 കൂട്ടണം 4 ഗുണിക്കണം 9, 180 കൂട്ടണം 36 സമം 216 ആണ് ഉത്തരം. ഇനി നാലാമത്തേത് നോക്കൂ. 99 ഗുണിക്കണം 6 ആണ്. നമുക്കിതിനെ എങ്ങനെ എഴുതാം? 99നെ 90 കൂട്ടണം 9 എന്ന് എഴുതുന്നതിനേക്കാട്ടിലും സുഖത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? 100 കുറയ്ക്കണം 1 എന്ന് എഴുതാം. 100ൽ നിന്ന് 1 കുറച്ചാൽ 99 അല്ലേ? അപ്പോൾ 100 കുറയ്ക്കണം 1 പൊതുവായി 6 കൊണ്ട് ഗുണിക്കുക. ഇൻറ്റു 6. 100 ഗുണിക്കണം 6 സമം 6 കുറയ്ക്കണം 1 ഗുണിക്കണം 6. അതായത് ബ്രാക്കറ്റിലുള്ള ഓരോ സംഖ്യയും പുറത്തുള്ള 6 കൊണ്ട് സെപ്പറേറ്റ് ഗുണിക്കുക. എന്നിട്ട് പൊതുവായിട്ട് അത് കുറയ്ക്കുക. 100 ഗുണിക്കണം 6 എന്ന് പറയുമ്പോൾ 600 കുറയ്ക്കണം 1 ഗുണിക്കണം 6 6. 600 കുറയ്ക്കണം 6 സമം 594. കൂട്ടലും കുറയ്ക്കലും ഹരണവും. ആദ്യത്തെ പേന കണക്കൊന്ന് തിരിച്ചിട്ടാലോ? അതായത് 78 രൂപ കൊണ്ട് 6 രൂപ വീതം വിലയുള്ള എത്ര പേന വാങ്ങാം എന്നാക്കിയാൽ നമുക്കിത് ഹരണ രൂപത്തിൽ ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ? ഇങ്ങനെ ആലോചിക്കാം. 60 രൂപക്ക് 10 പേന വാങ്ങാം. ഇനിയുള്ള 18 രൂപയ്ക്ക് 3 പേന കൂടി വാങ്ങാം. അപ്പോൾ 10 കൂട്ടണം 3 സമം ആകെ 13 പേന വാങ്ങാം. കണക്കിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇവിടെ കണക്കാക്കിയത് 6നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 78 കിട്ടുമെന്നാണല്ലോ. അതായത് 78നെ 6 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും എന്നാണ് നമ്മൾ കണക്കാക്കിയത്. കണക്കാക്കിയ രീതിയും നമുക്ക് ഹരണമായി എഴുതി നോക്കാം. എങ്ങനെയാണ്? 60 രൂപയ്ക്ക് എത്ര പേന കിട്ടും എന്നുള്ളത് നോക്കാനായിട്ട് 60 ഹരിക്കണം 6 ചെയ്താൽ മതി. അപ്പോൾ 10 ഉത്തരം കിട്ടും. പിന്നെ ബാക്കിയുള്ള 18 രൂപ കൊണ്ട് എത്ര പേന കിട്ടുമെന്നറിയാൻ 18 ഹരിക്കണം 6 ചെയ്യേണ്ടത്. അപ്പോൾ സമം 3. 78 ഹരിക്കണം 6 സമം 10 കൂട്ടണം 3 സമം 13. അങ്ങനെയാണ് ശരിക്കും നമ്മൾ ചെയ്തത്. ഈ ഹരണം നമുക്ക് ചിത്രരൂപത്തിലും കാണാം. ആദ്യം 60നെ 6 വീതമുള്ള 10 സമഭാഗങ്ങളാക്കുക. കണ്ടോ? നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. 6 വരികളും 10 നിരകളുമുള്ള ചതുരം വരച്ച് അതിൽ ഡോട്ട്സ് ഇട്ടിട്ടല്ലേ 6 വീതമുള്ള 10 സമഭാഗങ്ങളാക്കിയിട്ടുണ്ട്. ശേഷം ബാക്കിയുള്ള 18നെ 6 വീതമുള്ള 3 സമഭാഗങ്ങളാക്കുക. എന്നിട്ട് ആദ്യമുള്ള ചതുരത്തോട് നമുക്ക് ചേർത്ത് വെച്ച് നോക്കാം. ഇങ്ങനെ 78നെ 6 വീതമുള്ള 13 സമഭാഗങ്ങളാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ രണ്ട് സംഖ്യകളുടെ തുകയെ ഹരിക്കാൻ ഓരോന്നിനെയും ഹരിച്ചു കൂട്ടിയാൽ മതി എന്നർത്ഥം. ഇപ്പോൾ കണ്ട കാര്യങ്ങൾ ഒരു പൊതുതത്വമായി എഴുതാം. ഒരു സംഖ്യ കൊണ്ട് രണ്ട് സംഖ്യകളെ മിച്ചമില്ലാതെ, അതായത് ശിഷ്ടമില്ലാതെ ഹരിക്കാമെങ്കിൽ അവയുടെ തുകയെയും നമുക്ക് മിച്ചമില്ലാതെ ഹരിക്കാം. ഹരണഫലം ഓരോന്നിനെയും ഹരിച്ചാലുള്ള ഹരണഫലങ്ങളുടെ തുകയാണ്. ചുരുക്കി എങ്ങനെ പറയാം? മിച്ചമില്ലാത്ത ഹരണങ്ങളിൽ തുകയുടെ ഹരണഫലം ഹരണഫലങ്ങളുടെ തുകയാണ് എന്ന് പറയാം. മിച്ചം വരുന്ന ഹരണങ്ങളിൽ ഇത് ശരിയാകില്ല എന്നത് ശ്രദ്ധിക്കണം. ഉദാഹരണമായി 7നെ 3 കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം 2ഉം മിച്ചം 1ഉം വരും. 17നെ 3 കൊണ്ട് ഹരിച്ചാലോ ഹരണഫലം 5ഉം മിച്ചം 2ഉം വരും. 7 കൂട്ടണം 17 സമം 24 അതിനെ 3 കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം 8 പക്ഷെ മിച്ചം 0. അപ്പോൾ ശിഷ്ടം വരുന്ന സംഖ്യകളിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ അല്ല വരുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കൂട്ടലിന് പകരം കുറയ്ക്കലാണെങ്കിലും നമുക്ക് ഇതുപോലെ ഹരിക്കാം. ഉദാഹരണമായി പേനക്കണക്ക്. ആദ്യം നമ്മൾ ചെയ്ത പേനക്കണക്ക് നമുക്ക് എങ്ങനെയാക്കാം? 108 രൂപ കൊണ്ട് 6 രൂപ വീതം വിലയുള്ള എത്ര പേന വാങ്ങാം എന്നാണ് ചോദ്യം എന്ന് വിചാരിക്കൂ. നമുക്ക് എന്ത് ചെയ്യാം? 120 രൂപയ്ക്ക് 20 പേന വാങ്ങാം അല്ലേ? അതായത് 20 ഗുണിക്കണം 6 എത്രയാണ്? 120. അപ്പോൾ 120 രൂപയ്ക്ക് നമുക്ക് 20 പേന വാങ്ങാം എന്ന് പറയാം. ഇവിടെ 120 കുറയ്ക്കണം 108 സമം 12 രൂപ കുറവുണ്ട്. അപ്പോൾ 12 രൂപയ്ക്ക് 2 പേന കൂടെ വാങ്ങാം. അതായത് 6 ഗുണിക്കണം 2 12. അപ്പോൾ 2 പേന കൂടെ വാങ്ങാം. വാങ്ങാവുന്നത് 20 കുറയ്ക്കണം 2 സമം 18 പേനകളാണ്. ഹരണക്രിയകളായി എഴുതിയാൽ 108 സമം 120 കുറയ്ക്കണം 12, 120 ഹരിക്കണം 6 സമം 20, 12 ഹരിക്കണം 6 സമം 2. അപ്പോൾ 108 ഹരിക്കണം 6 എന്ന് പറയുമ്പോൾ 20 കുറയ്ക്കണം 12 സമം 18. ചിത്രരൂപത്തിൽ നമുക്കിത് കാണാം. 120നെ 6 വീതമുള്ള 20 സമഭാഗങ്ങളാക്കുക ആദ്യം. ഇതിൽ 2 സമഭാഗങ്ങൾ മാറ്റിയാൽ മൊത്തത്തിൽ നിന്ന് 12 കുറഞ്ഞ് 120 കുറയ്ക്കണം 12 സമം 108 ആകും. അപ്പോൾ ഭാഗങ്ങളുടെ എണ്ണം 18 ആകും. ഇനി താഴെ നമുക്ക് കുറച്ച് കണക്കുകൾ ചെയ്യാനായിട്ട് തന്നിട്ടുണ്ട്. നോക്കിക്കേ. ആദ്യത്തേത് 39 ഹരിക്കണം 3 നമുക്ക് അങ്ങനെ ചെയ്യാം മക്കളെ. 39നെ നമുക്ക് 30 കൂട്ടണം 9 എന്ന് എഴുതാം. എന്നിട്ട് അത് ബ്രാക്കറ്റിൽ ഇട്ടിട്ട് 3 കൊണ്ട് പൊതുവായി ഹരിക്കുക. എന്നിട്ട് ബ്രാക്കറ്റിലുള്ള ഓരോ സംഖ്യയെയും പുറത്തുള്ള 3 ഇട്ട് സെപ്പറേറ്റ് ഹരിച്ച ശേഷം അത് രണ്ടും കൂടെ കൂട്ടി നോക്കുക. അതായത് 30 ഹരിക്കണം 3 കൂട്ടണം 9 ഹരിക്കണം 3. 30 ഹരിക്കണം 3 10, 9 ഹരിക്കണം 3
3 സോ ആൻസർ 10 - 3 = 13. രണ്ടാമത്തേത് 52 ഹരിക്കണം 4. 52നെ നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? ഒന്നുകിൽ 50 കൂട്ടണം 2 എന്ന് എഴുതാം. പക്ഷേ 50 കൊണ്ട് നമുക്ക് 4നെ ഹരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 40 ഹരിക്കണം 12 എന്ന് എഴുതി നോക്കാം. 40 കൂട്ടണം 12 എന്ന് എഴുതി നോക്കാം. എന്നിട്ട് അതിനെ പൊതുവായിട്ട് 4 കൊണ്ട് ഹരിക്കുക. അപ്പൊ 40 ഹരിക്കണം 4 കൂട്ടണം 12 ഹരിക്കണം 4 എന്ന് വരും. 40 ഹരിക്കണം 4 10 ആണ്. 12 ഹരിക്കണം 4 3 ആണ്. 10 കൂട്ടണം 3 = 13 തന്നെയാണ് ഉത്തരം. മൂന്നാമത്തേത് 125 ഹരിക്കണം 5. ഇത് സിമ്പിൾ ആണ്. 125നെ നമുക്ക് 100 കൂട്ടണം 25 എന്ന് എഴുതാം. എന്നിട്ട് 5 കൊണ്ട് പൊതുവായിട്ട് ഹരിക്കുക. 100 ഹരിക്കണം 5 കൂട്ടണം 25 ഹരിക്കണം 5. 100 ഹരിക്കണം 5 എന്ന് വെച്ചാൽ 20 ആണ്. പിന്നെ 25 ഹരിക്കണം 5 എന്ന് വെച്ചാൽ 5. സോ 20 കൂട്ടണം 5 = 25 ആണ് ഉത്തരം. നാലാമത്തേത് 396 ഹരിക്കണം 4 ആണ്. ഇവിടെ നമുക്ക് 396നെ 300 കൂട്ടണം 96 എന്ന് എഴുതുന്നതിലേറെ സിമ്പിൾ എന്താണ്? 400 കുറയ്ക്കണം 4 എന്ന് എഴുതുന്നതാണ് അല്ലേ? 400ൽ നിന്ന് 4 കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് 396 കിട്ടില്ലേ? അപ്പൊ 400 കുറയ്ക്കണം 4 എന്നിട്ട് എന്ത് ചെയ്യുക? അത് ബ്രാക്കറ്റിൽ ഇട്ടിട്ട് പൊതുവായി 4 കൊണ്ട് ഹരിക്കുക. ഇനി സെപ്പറേറ്റ് ആയിട്ട് ബ്രാക്കറ്റിനുള്ളിലുള്ള ഓരോ സംഖ്യയും പുറത്തുള്ള സംഖ്യ കൊണ്ട് ഹരിക്കുക. തമ്മിൽ കുറച്ചു നോക്കുക. ഓക്കെ, കൂട്ടുകയല്ല കുറയ്ക്കുകയാണ് കേട്ടോ. അപ്പൊ ഇവിടെ 400നെ 4നെ നമ്മൾ കുറയ്ക്കുകയല്ല, അപ്പൊ അതുകൊണ്ട് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. സോ 400 ഹരിക്കണം 4 കുറയ്ക്കണം 4 ഹരിക്കണം 4. 400 ഹരിക്കണം 4 നമുക്കറിയാം 100 ആണ്. 100ൽ നിന്ന് 4 ഹരിക്കണം 4 1 ആണ്. 100 കുറയ്ക്കണം 1 = 99 ആണ് ഉത്തരം. അഞ്ചാമത്തേത് 135 ഹരിക്കണം 15 ആണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 135നെ നമുക്ക് 150 കുറയ്ക്കണം 15 എന്ന് എഴുതിക്കൂടെ? 150 കുറയ്ക്കണം 15 എന്ന് എഴുതാം. എന്നിട്ട് 15 കൊണ്ട് പൊതുവായിട്ട് ഹരിക്കുക. 150നെ നമുക്ക് 15 കൊണ്ട് ഹരിക്കുമ്പോൾ 10 കിട്ടുന്നു. പിന്നെ 15നെ 15 കൊണ്ട് ഹരിക്കുമ്പോൾ 1 കിട്ടുന്നു. രണ്ടും കൂടെ കുറയ്ക്കുക. 10 കുറയ്ക്കണം 1 = 9 ആണ് ഉത്തരം. മിച്ച കണക്കുകൾ. മിച്ചം എന്ന് വെച്ചാൽ എന്താ മക്കളെ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശിഷ്ടം അല്ലെ? അതായത് ഒരു സംഖ്യയെ ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് ഹരണഫലവും അതോടൊപ്പം നമുക്ക് ഒരു സംഖ്യ ബാക്കിയും കിട്ടും. അതായത് ആ സംഖ്യ കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് ഹരിക്കാനാവില്ല. അപ്പോൾ അങ്ങനെ ബാക്കി കിട്ടുന്ന സംഖ്യയാണ് നമ്മൾ മിച്ചം അല്ലെങ്കിൽ ശിഷ്ടം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന ഇതുവരെ നമ്മൾ നോക്കിയതൊക്കെ പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളായിരുന്നു. അപ്പൊ ഇങ്ങനെ മിച്ചമായിട്ട് വരുന്ന രീതിയിൽ ഹരണം വന്നാൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കുന്നത് കേട്ടോ. ഒരു സംഖ്യയെ മറ്റൊരു സംഖ്യയുടെ മടങ്ങും ഭാഗവുമായി എഴുതുന്ന രീതി ഹരണ രീതികൾ എന്ന പാഠഭാഗത്തിൽ കണ്ടല്ലോ. ഉദാഹരണമായി 17ഉം 5ഉം എടുത്താൽ 17 എന്ന് പറയുന്നത് എന്താണ്? 5 ഗുണിക്കണം 3 കൂട്ടണം 2 എന്നാണ് അല്ലേ? 5 ഗുണിക്കണം 3 15 ആണ്. അതിലേക്ക് 2 കൂടെ കൂട്ടുമ്പോൾ 17. അതായത് 5ന്റെ 3 മടങ്ങും മിച്ചം 2ഉം ചേർന്നതാണ് 17 എന്നർത്ഥം. രണ്ടക്ക സംഖ്യകളെ 10കളും 1കളുമായി പിരിച്ചെഴുതുമ്പോൾ 10ന്റെ മടങ്ങുകളും മിച്ചവുമായി എഴുതുകയാണല്ലോ ചെയ്യുന്നത്. ഉദാഹരണമായി 37 എന്ന സംഖ്യ 3 10കളും 7 1കളും ചേർന്നതാണ്. അതായത് 10ന്റെ 3 മടങ്ങും മിച്ചം 7ഉം ആണ്. 37നെ അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? 10 ഗുണിക്കണം 3 കൂട്ടണം 7 എന്നെഴുതാം. അതായത് 10ന്റെ 3 മടങ്ങിനോട് 10ന്റെ 3 മടങ്ങിലേക്ക് മിച്ചമുള്ള 7 കൂട്ടിയതാണ് 37 എന്നർത്ഥം. അപ്പോൾ 37നെ 10 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന മിച്ചമാണ് അവസാനത്തെ അക്കമായ 7 എന്ന് നമുക്ക് പറയാം. മൂന്നക്ക സംഖ്യകൾക്കും ഇത് ശരിയാണോ? അതെ, ആണ്. ഉദാഹരണമായി 425 എടുത്തു നോക്കാം. 425 എന്നാൽ 4 നൂറുകളും 2 10കളും 5 1കളുമാണ്. ഇത് തന്നെ 42 10കളും 5 1കളും എന്ന് നമുക്ക് എഴുതാമല്ലോ. അതായത് 10ന്റെ 42 മടങ്ങും മിച്ചം 5ഉം. 425നെ അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? 10 ഗുണിക്കണം 42 കൂട്ടണം 5 എന്ന് എഴുതാം. അപ്പോൾ 425നെ 10 കൊണ്ട് ഹരിച്ചാലും മിച്ചം അവസാനത്തെ അക്കമായ 5 തന്നെയാണെന്ന് പറയാം. പൊതുവെ പറഞ്ഞാൽ ഏത് സംഖ്യയെയും 10 കൊണ്ട് ഹരിച്ചാൽ വരുന്ന മിച്ചം സംഖ്യയുടെ അവസാനത്തെ അക്കമാണ്. ഇതിൽ നിന്ന് അവസാനത്തെ അക്കം 0 ആകുന്ന സംഖ്യകളെയെല്ലാം 10 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാമെന്ന് കാണാം. ഇനി 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 = 5 ഗുണിക്കണം 2 ആയതിനാൽ സംഖ്യകളെ 5കളും 1കളുമായി പിരിച്ചെഴുതാൻ എളുപ്പമാണ്. ഉദാഹരണമായി 34 എന്ന സംഖ്യ എടുത്താൽ നമുക്ക് അത് 34 എങ്ങനെ മാറ്റി എഴുതാം? 10 ഗുണിക്കണം 3 കൂട്ടണം 4 എന്ന് എഴുതാം. ഇതിലെ 10നെ തന്നെ നമുക്ക് എങ്ങനെ മാറ്റാം? 5 ഗുണിക്കണം 2 ഗുണിക്കണം 3 കൂട്ടണം 4 എന്ന് എഴുതാം. ഇനി 5 ഗുണിക്കണം 2 നമുക്ക് 5നെ അതുപോലെ തന്നെ എഴുതിയിട്ട് 2 ഗുണിക്കണം 3 6 എന്ന് എഴുതുന്നു. 5 ഗുണിക്കണം 6 കൂട്ടണം 4.
അപ്പോൾ 34നെ 5 കൊണ്ട് ഹരിച്ചാലുള്ള മിച്ചമാണ് 4 എന്ന് നമുക്ക് പറയാം. ഏത് സംഖ്യയെയും 5 കൊണ്ട് ഹരിച്ചാൽ മിച്ചം അവസാനത്തെ അക്കം തന്നെ ആയിരിക്കുമോ? 35 എടുത്തു നോക്കാം. 34നെ പിരിച്ചെഴുതിയതുപോലെ 35നെ എഴുതിയാൽ 35 എന്ന് പറയുന്നത് 10 ഗുണിക്കണം 3 കൂട്ടണം 5 ആണ്. 10നെ നമ്മൾ 5 ഗുണിക്കണം 2 എന്ന് എഴുതുന്നു, ഇൻറ്റു ഗുണിക്കണം 3 കൂട്ടണം 5 എന്ന് എഴുതുന്നു. 5 ഗുണിക്കണം 2 ഗുണിക്കണം 3ന്റെ 6 കൂട്ടണം 5. പക്ഷെ ഇതിൽ നിന്ന് മിച്ചം 5 എന്ന് പറയാൻ പറ്റില്ലല്ലോ. ആദ്യത്തെ 6 അഞ്ചുകളോട് ഈ 5ഉം കൂടി 7 അഞ്ചുകളാകില്ലേ? അതായത് മിച്ചമില്ലാതെ എഴുതാൻ പറ്റുന്ന സംഖ്യയാണ് 35 എന്ന് നമുക്ക് പറയാം. 35 എന്നതിന് നമ്മൾ ആദ്യം 6 ഗുണിക്കണം 5 കൂട്ടണം 5 എന്ന് എഴുതി. നമുക്ക് എന്തെഴുതാം? അതിനെ 7 ഗുണിക്കണം 5 എന്ന് തന്നെ എഴുതാം. അപ്പോൾ മിച്ചം 0 തുടർന്നുള്ള 36, 37, 38, 39 എന്നീ സംഖ്യകൾ എടുത്താൽ മിച്ചം യഥാക്രമത്തിൽ 1, 2, 3, 4 എന്നിങ്ങനെ കിട്ടും. 40 ആകുമ്പോൾ ഹരണഫലം ഒന്നുകൂടി കൂടി എന്താവും? 8 ആകും. മിച്ചം വീണ്ടും 0 വരും. അപ്പോൾ ഒരു സംഖ്യയെ 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന മിച്ചത്തെക്കുറിച്ച് പൊതുവെ എന്തു പറയാം? ഒരു സംഖ്യയുടെ അവസാനത്തെ അക്കം 5നേക്കാൾ ചെറുതാണെങ്കിൽ സംഖ്യയെ 5 കൊണ്ട് ഹരിച്ചാലുള്ള മിച്ചം അവസാനത്തെ അക്കം തന്നെയാണ്. അവസാനത്തെ അക്കം 5 തന്നെയോ അല്ലെങ്കിൽ 5നേക്കാൾ വലുതോ ആണെങ്കിൽ അതിൽ നിന്ന് 5 കുറച്ചതാണ് മിച്ചം എന്ന് നമുക്ക് പറയാം. ഇതിൽ നിന്ന് അവസാനത്തെ അക്കം 0 അല്ലെങ്കിൽ 5 ആയ സംഖ്യകളെയെല്ലാം 5 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാമെന്നും കാണാം. 10നെ 2 ഗുണിക്കണം 5 എന്നത് ഉപയോഗിച്ച് സംഖ്യകളെ 2കളും 1കളുമായും എളുപ്പം പിരിച്ചെഴുതാം. 37നെ നമുക്ക് 10 ഗുണിക്കണം 3 കൂട്ടണം 7 എന്ന് എഴുതിക്കൂടെ? ഇതിലെ 10നെ 2 ഗുണിക്കണം 5 ഗുണിക്കണം 3 കൂട്ടണം 7 എന്നാക്കി. പിന്നെ 5നെയും 3നെയും പൊതുവായി ഗുണിച്ചു. 2 ഗുണിക്കണം 15 കൂട്ടണം 7. ഇനി 2 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള മിച്ചം കിട്ടാൻ 7നെയും 2ന്റെ മടങ്ങും മിച്ചവുമായി പിരിച്ചെഴുതണം. അതായത് 7നെ നമുക്ക് 2 ഗുണിക്കണം 3 എന്ന് എഴുതാം, കൂട്ടണം 1 എന്ന് എഴുതാം. അപ്പോൾ അതായത് 6 കൂട്ടണം 1 7. ഈ 3 രണ്ടുകളും നേരത്തെയുള്ള 15 രണ്ടുകളും ചേർന്ന് 18 രണ്ടുകളാവുമല്ലോ. അപ്പോൾ 37നെ നമുക്ക് 2 ഗുണിക്കണം 15 കൂട്ടണം ഇപ്പോൾ എഴുതിയ 2 ഗുണിക്കണം 3 കൂട്ടണം 1 എന്ന് എഴുതാം. ഈ 7നെ മാറ്റി എഴുതതുകൂടി ആദ്യത്തേതിലേക്ക് കൂട്ടി കൊടുത്തതാണ്. അപ്പോൾ 2 ഗുണിക്കണം 18 കൂട്ടണം 1 എന്നാണ് വരുന്നത്. അതായത് മിച്ചം എന്താണ്? 1. അപ്പൊ 2 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള മിച്ചം കാണാനും വേണ്ടിയിട്ട് അവസാനം വരുന്ന സംഖ്യയും നമ്മൾ വീണ്ടും 2ന്റെ ഗുണനഫലമായിട്ട് മാറ്റി എഴുതുക. അപ്പൊ നമുക്കതിൽ മിച്ചം കിട്ടും. ഇനി 37ന് പകരം 38 എടുത്താലോ? 38നെ നമുക്ക് 10 ഗുണിക്കണം 3 കൂട്ടണം 8 എന്ന് എഴുതാം. 10നെ 2 ഗുണിക്കണം 5 എന്ന് എഴുതി, ഗുണിക്കണം 3 കൂട്ടണം 8. 2 ഗുണിക്കണം 3 5 ഗുണിക്കണം 3നെ 15 എന്ന് എഴുതി, കൂട്ടണം 8നെ നമ്മൾ 2 ഗുണിക്കണം 4 എന്ന് മാറ്റി എഴുതി. അപ്പോൾ 2 ഗുണിക്കണം 19 അതായത് മിച്ചം 0. അപ്പൊ സംഖ്യയെ 2 കൊണ്ട് മിച്ചമില്ലാതെ നമുക്ക് ഹരിക്കാം. ഏത് സംഖ്യയും 2 കൊണ്ട് ഹരിച്ചാലുള്ള മിച്ചത്തെ കുറിച്ച് പൊതുവെ നമുക്ക് എന്ത് പറയാം? ഒരു സംഖ്യയുടെ അവസാന അക്കത്തെ 2 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാമെങ്കിൽ സംഖ്യയെ തന്നെ 2 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാം. അല്ലെങ്കിൽ 2 കൊണ്ട് ഹരിച്ചാൽ മിച്ചം 1 എന്ന് പറയാം. ഏത് 3 അക്ക സംഖ്യയും 100കളും 10കളും 1കളും ചേർന്നതാണല്ലോ. ഉദാഹരണമായി 429 എന്നാൽ 4 100കളും 2 10കളും 9 1കളും ചേർന്നതാണ്. ഇത് തന്നെ 4 100കളും 29 1കളും ചേർന്നതാണെന്ന് നമുക്ക് പറയാം. 429നെ അതുകൊണ്ട് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 100 ഗുണിക്കണം 4 400 കൂട്ടണം 29 എന്നെഴുതാം. ഇതിൽ നിന്ന് 429നെ 100 കൊണ്ട് ഹരിച്ചാൽ വരുന്ന മിച്ചം 29 നമുക്ക് പറയാം. അക്കങ്ങളുടെ എണ്ണം കൂടിയാലും ഇത് ശരി തന്നെയാണ്. 7654നെ നമുക്ക് 100 ഗുണിക്കണം 76 കൂട്ടണം 54 എന്നെഴുതാം. 5 അക്ക സംഖ്യമായ 82,647നെ നമുക്ക് 100 ഗുണിക്കണം 826 കൂട്ടണം 47 എന്നെഴുതാം. അപ്പൊ പൊതുവായി നമുക്ക് എന്ത് പറയാം മക്കളെ? 2ഓ അതിൽ കൂടുതലോ അക്കങ്ങളുള്ള ഏത് സംഖ്യയെയും 100 കൊണ്ട് ഹരിച്ചാൽ വരുന്ന മിച്ചം സംഖ്യയുടെ അവസാനത്തെ 2 അക്കങ്ങൾ ചേർന്ന സംഖ്യയാണ് എന്ന് പറയാം. അതായത് 100 എന്ന് പറയുന്നത് ഒരു 3 അക്ക സംഖ്യയാണ്. അപ്പോൾ 2 അക്ക സംഖ്യ, അതായത് 3 അക്ക സംഖ്യയേക്കാൾ താഴെ വരുന്ന 2 അക്ക സംഖ്യ ഏതാണോ അതാണ് അതിന്റെ മിച്ചം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. 100 എന്ന് പറയുന്നത് 4 ഗുണിക്കണം 25 ആയതിനാൽ 100ന്റെ മടങ്ങുകളെ 4ന്റെ മടങ്ങുകളായി നമുക്ക് എഴുതാം. ഉദാഹരണമായി 329നെ 100 ഗുണിക്കണം 3 കൂട്ടണം 29 എന്നെഴുതി. അതിലെ 100 നമ്മൾ എന്താക്കി മാറ്റി? 4 ഗുണിക്കണം 25 ആക്കി മാറ്റി. ഗുണിക്കണം 3 കൂട്ടണം 29. 4 ഗുണിക്കണം 25 75 4 ഗുണിക്കണം 75 കൂട്ടണം 29. ഇനി 4 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള മിച്ചം കണ്ടുപിടിക്കാൻ ഇവിടെ മിച്ചം വന്ന 29നെയും 4ന്റെ മടങ്ങും മിച്ചവുമാക്കി എഴുതിയാൽ മതി. അതായത് 29നെ നമുക്ക് 4 ഗുണിക്കണം 7 കൂട്ടണം 1 എന്ന് എഴുതാം. 4 ഗുണിക്കണം 7 28 അതിലേക്ക് ഒന്നുകൂടെ കൂട്ടുമ്പോൾ 29. ശരിയാണല്ലേ? അപ്പോൾ ഇനി ആദ്യം നമ്മൾ എഴുതിയ 329നെ, അതായത് 4 ഗുണിക്കണം 75 കൂട്ടണം 29, ഇതിലെ ഈ 29നെ നമ്മൾ ഇപ്പോൾ മിച്ചവും മടങ്ങുമാക്കി എഴുതിയിട്ടുള്ള രീതിയിലേക്ക് മാറ്റുക.
അപ്പോൾ 4 ഗുണിക്കണം 75 കൂട്ടണം 4 ഗുണിക്കണം 7 കൂട്ടണം 1, 4 ഗുണിക്കണം 82, 75 കൂട്ടണം 7 82 കൂട്ടണം 1 എന്നെഴുതാം. അതായത് 4 കൊണ്ട് ഹരിച്ചാൽ മിച്ചം 1 ആണെന്ന് നമുക്ക് പറയാം. മറ്റു ചില സംഖ്യകൾ എടുത്ത് ഇങ്ങനെ ചെയ്തു നോക്കൂ. പൊതുവായി എന്ത് പറയാം നമുക്ക്? 2ഓ അതിൽ കൂടുതലോ അക്കങ്ങളുള്ള ഒരു സംഖ്യയെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ വരുന്ന മിച്ചം അവസാനത്തെ 2 അക്കങ്ങൾ ചേർന്ന് വരുന്ന സംഖ്യയെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ വരുന്ന മിച്ചം തന്നെയാണ് എന്ന് പറയാം. ഇതിൽ നിന്ന് മറ്റൊരു കാര്യവും കാണാം. 2ഓ അതിലധികമോ അക്കങ്ങളുള്ള ഒരു സംഖ്യയുടെ അവസാനത്തെ 2 അക്കങ്ങൾ ചേർന്ന സംഖ്യയെ 4 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാമെങ്കിൽ സംഖ്യയെ തന്നെ 4 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാം. ഇനി നമുക്ക് കണക്കുകൾ ചെയ്തു നോക്കാം. ചോദ്യം 1. ചുവടെയുള്ള സംഖ്യകളിൽ 2, 4, 5, 10 ഇവ ഓരോന്നുകൊണ്ടും മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്നവ കണ്ടുപിടിക്കുക. അല്ലാത്തവയെ ഓരോന്നുകൊണ്ടും ഹരിക്കുമ്പോൾ വരുന്ന മിച്ചവും കണക്കാക്കുക. അപ്പോൾ ഇത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് നമ്മളിതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പഠിച്ച പ്രധാനപ്പെട്ട പോയിന്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് 4 സംഖ്യകളാണ് തന്നിട്ടുള്ളത്. 3624, 3625, 3626, 3630. ഈ 4 സംഖ്യകളാണ് തന്നിട്ടുള്ളത്. ഇനി ഏതിനൊക്കെ കൊണ്ട് ഹരിച്ചു നോക്കണം? ഏതൊക്കെ സംഖ്യകളെ കൊണ്ട് ഹരിച്ചു നോക്കണം? 2 കൊണ്ട് ഹരിക്കണം, 4 കൊണ്ട് ഹരിക്കണം, 5 കൊണ്ട് ഹരിക്കണം, 10 കൊണ്ട് ഹരിക്കണം. അപ്പോൾ നമുക്കിതൊരു ടാബുലേറ്റ് ചെയ്യാം. ടേബിൾ ആക്കിയിട്ട് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സംഖ്യ ഹരിക്കേണ്ട സംഖ്യകൾ എന്നുള്ള രീതിയിൽ കള്ളികളാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ സംഖ്യ നോക്കൂ, 3624 അപ്പോൾ നമ്മളിത് 3624 കൊണ്ട് തന്നെ നമ്മളത് ചെയ്ത് നോക്കേണ്ട. പകരം ആദ്യത്തെ സംഖ്യ 2 കൊണ്ടല്ലേ, 2 കൊണ്ടാണ് ഹരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? അവസാനത്തെ സംഖ്യ നോക്കുക. അവസാനത്തെ സംഖ്യ 4 ആണ്. 4 ഒരു ഇരട്ട സംഖ്യയാണ്. അപ്പോൾ 2നെ ഏതൊരു ഇരട്ട സംഖ്യ കൊണ്ട് ഹരിച്ചാലും നമുക്ക് പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റും. ശിഷ്ടം 0 ആയിരിക്കും, മിച്ചമൊന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് ഒറ്റ സംഖ്യ ആണെങ്കിൽ മിച്ചം 1 ആയിരിക്കും. ഓക്കെ, അത് കാണാതെ പഠിച്ചു വെക്കാം. ഇരട്ട സംഖ്യ കൊണ്ട് 2നെ ഹരിക്കുകയാണെങ്കിൽ മിച്ചം 0 ആയിരിക്കും, ഒറ്റ സംഖ്യ കൊണ്ടാണെങ്കിൽ മിച്ചം 1 ആയിരിക്കും. അപ്പൊ ഇവിടെ അവസാനത്തെ അക്കം 4 ആണ്, അത് ഇരട്ട സംഖ്യയാണ്. അതുകൊണ്ട് ഈ സംഖ്യ മുഴുവനായിട്ടും ഒരു ഇരട്ട സംഖ്യയാണ്. സോ മിച്ചം എന്താണ്? 2 കൊണ്ട് ഹരിക്കുമ്പോൾ 0 ആണ്. ഈ 4 കൊണ്ട് ഹരിക്കുമ്പോഴോ? 4 കൊണ്ട് ഹരിക്കുമ്പോൾ ഈ 3624 അവസാനത്തെ സംഖ്യ 2 അക്കം നോക്കൂ, 24 ആണ് അല്ലേ? 24 4ന്റെ ഗുണിതമാണോ? അതെ, 24ലെ പൂർണ്ണമായും നമുക്ക് 4 കൊണ്ട് ഹരിക്കാം. 6 ഗുണിക്കണം 4 24 ആണ്. സോ 4 കൊണ്ടും നമുക്ക് ഈ സംഖ്യയെ ഹരിക്കാൻ പറ്റും. അവിടെയും ശിഷ്ടം 0 ആണ്. അടുത്തത് 5 ആണ്. 5 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? 5 കൊണ്ട് ഹരിക്കണം എന്നുണ്ടെങ്കിൽ 5 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളുടെ എല്ലാം അവസാനത്തെ അക്കം 5ഓ അല്ലെങ്കിൽ 0ഓ ആയിരിക്കും. എന്താണ് പഠിച്ചു വയ്ക്കുക? 5 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന എല്ലാ സംഖ്യകളുടെയും അവസാനത്തെ അക്കം 5ഓ അല്ലെങ്കിൽ 0ഓ ആയിരിക്കും. ഇവിടെ 5 അല്ല 0 അല്ല, അവസാനത്തെ അക്കം 4 ആണ്. അതുകൊണ്ട് 5 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. പകരം മിച്ചം എത്രയായിരിക്കും എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? 5ന് താഴെയുള്ള 5നേക്കാൾ കുറവായിട്ടുള്ള സംഖ്യകളാണ് അവസാനമെങ്കിൽ ആ സംഖ്യ തന്നെയായിരിക്കും മിച്ചം. 5നേക്കാട്ടിലും കൂടിയ സംഖ്യകളാണെങ്കിൽ ആ കൂടിയ സംഖ്യയിൽ നിന്നും 5 കുറയ്ക്കുന്നതായിരിക്കും മിച്ചം. അതായത് അവസാനത്തെ സംഖ്യ 1 ആണെങ്കിൽ മിച്ചം 1 ആണ്, 2 ആണെങ്കിൽ മിച്ചം 2 ആണ്, 3 ആണെങ്കിൽ മിച്ചം 3 ആണ്, 4 ആണെങ്കിൽ മിച്ചം 4 ആണ്, 5 ആണെങ്കിൽ മിച്ചം ഒന്നുമില്ല, 0 ആണ്. 6 ആണെങ്കിൽ 6 കുറയ്ക്കണം 5 സമം 1 ആയിരിക്കും മിച്ചം. 7 ആണെങ്കിൽ 7 കുറയ്ക്കണം 5 സമം 2 ആയിരിക്കും മിച്ചം. 8 ആണെങ്കിൽ 8 കുറയ്ക്കണം 5 സമം 3 ആയിരിക്കും മിച്ചം. 9 ആണെങ്കിൽ 9 കുറയ്ക്കണം 5 സമം 4 ആയിരിക്കും മിച്ചം. 10 ആണെങ്കിൽ 0 ആണ്, അവസാനം 0 ആണ്. അതുകൊണ്ട് മിച്ചവും എന്താണ്? 0 ആണ്. അപ്പൊ ഇവിടെ അവസാനത്തെ അക്കം 4 ആണ്. അതുകൊണ്ട് മിച്ചവും എന്താണ്? 4 തന്നെയാണ്. ഓക്കെ, ഇനി 10 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. 10 കൊണ്ട് ഹരിക്കണമെങ്കിൽ എന്താവണം? അവസാനത്തെ സംഖ്യ 0 ആയിരിക്കണം. ഓക്കെ, അവസാനത്തെ അക്കം 0 ആണെങ്കിൽ മാത്രമേ, സംഖ്യയുടെ അവസാനത്തെ അക്കം 0 ആണെങ്കിൽ മാത്രമേ അതിനെ 10 കൊണ്ട് നമുക്ക് ഹരിക്കാനായിട്ട് പറ്റൂ. ഇവിടെ 4 ആണ്. അതുകൊണ്ട് അവസാനം വരുന്ന സംഖ്യ ഏതാണോ ആ സംഖ്യ തന്നെയാണ് മിച്ചവും വരിക. സോ ഇവിടെ മിച്ചം 4 ആണ്. ഓക്കെ, അപ്പൊ 3624 കഴിഞ്ഞല്ലോ. അടുത്തത് 3625. നോക്കൂ, 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? അവസാനത്തെ അക്കം 5 ആണ്. അതുകൊണ്ട് ഇതൊരു ഒറ്റ സംഖ്യയാണ്. സോ ഹരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒറ്റ സംഖ്യ കൊണ്ട് ഏത് വന്നാലും 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. മിച്ചം എന്തായിരിക്കും വരിക? 1 ആയിരിക്കും വരിക. ഇനി 4 കൊണ്ട് പറ്റുമോ? ഇല്ല. കാരണം എന്താ? 24 ആണെങ്കിൽ നമുക്ക് അവസാനം 24ന്റെ ഗുണനം ആയതുകൊണ്ട് നമുക്ക് 4ന്റെ ഗുണനം ആയതുകൊണ്ട് നമുക്ക് 24നെ ഹരിക്കാം. പക്ഷെ 25നെ നമുക്ക് പറ്റില്ല.
3625 ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് 5 കുറയ്ക്കണം 4 സമം 1 ആയിരിക്കും മിച്ചം വരുന്നത്. അടുത്തത് 5 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് സംഖ്യയുടെ അവസാനം 5ഓ 0ഓ ആണെങ്കിൽ 5 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാം. അപ്പോൾ ഇത് അവസാനം 5 ആണ്, അതുകൊണ്ട് 5 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാം, മിച്ചം 0 ആണ്. 10 ആണെങ്കിൽ അവസാനം 0 ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് 10 കൊണ്ട് ഹരിക്കാൻ പറ്റൂ. ഇവിടെ അവസാനം 5 ആണ്, അതുകൊണ്ട് മിച്ചം എന്താണ്? 5 തന്നെയാണ് വരിക. 10 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ പറ്റില്ല. അടുത്ത സംഖ്യ 3626 ആണ്. നമുക്ക് 2 കൊണ്ട് ഹരിക്കാം, കാരണം 6 ഒരു ഇരട്ട സംഖ്യയാണ്, അതുകൊണ്ട് 3626 ഒരു ഇരട്ട സംഖ്യ ആയിരിക്കും. പൂർണ്ണമായും ഹരിക്കാം, മിച്ചം 0 ആണ്. 4 കൊണ്ട് പറ്റുമോ? 4 കൊണ്ട് പറ്റില്ല. 24 കഴിഞ്ഞാൽ പിന്നെ അടുത്തത് 28 ആണല്ലേ 4ന്റെ ഗുണനം വരുന്നത്. അപ്പോൾ ഇവിടെ 26 ആണ്, അതുകൊണ്ട് തന്നെ മിച്ചം എന്തായിരിക്കും? 26 കുറയ്ക്കണം 24, 2 ആയിരിക്കും മിച്ചം വരുന്നത്. 5 കൊണ്ട് പറ്റുമോ? 5 കൊണ്ടും പറ്റില്ല. മിച്ചം എന്ത് വരും? 6 ആണ് അവസാനത്തെ സംഖ്യ, അത് 5നേക്കാട്ടിലും കൂടുതലാണ്. അപ്പൊ നമ്മൾ മിച്ചം എങ്ങനെയാ കാണുന്നത്? 6 കുറയ്ക്കണം 5 ചെയ്യുന്നു, മിച്ചം 1 ആണ് വരിക. 10 കൊണ്ട് പറ്റുമോ? ഇല്ല. 10 കൊണ്ട് ചെയ്യണമെങ്കിൽ അവസാനം 0 ആയിരിക്കണം. ഇവിടെ 0 അല്ല, 6 ആണ്, അതുകൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ പറ്റില്ല. മിച്ചം എന്ത് വരുന്നു? 6 തന്നെ വരുന്നു. അവസാനത്തെ സംഖ്യ 3630 ആണ്. ഇതിനെ 2 കൊണ്ട് ഹരിക്കാം, കാരണം എന്താണ്? 30 ആണ് അവസാനത്തെ സംഖ്യ, അതൊരു ഇരട്ട സംഖ്യയാണ്, അതുകൊണ്ട് 2 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാം, മിച്ചം 0 ആയിരിക്കും. 4 കൊണ്ട് പറ്റുമോ? 30 4ന്റെ ഗുണനത്തിൽ വരുന്നുണ്ടോ മക്കളെ? ഗുണന പട്ടികയിൽ വരുന്നുണ്ടോ? ഇല്ല അല്ലേ. 28 കഴിഞ്ഞാൽ പിന്നെ 32 ആണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് മിച്ചം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഈ 30ന്റെ തൊട്ട് മുന്നേയുള്ള ഗുണനസംഖ്യ ഏതാണെന്ന് നോക്കുക. 4ന്റെ 28 ആണല്ലേ. അപ്പോൾ 30 - 28 സമം 2 ആയിരിക്കും മിച്ചം വരുന്നത്. അടുത്തത് 3630നെ 5 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റും. എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവസാനത്തെ അക്കം 0ഓ 5ഓ ആണെങ്കിൽ 5 കൊണ്ട് പൂർണ്ണമായിട്ടും ഹരിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ 0 ആണ്, അതുകൊണ്ട് 0 5 കൊണ്ട് ഹരിക്കാൻ പറ്റും. മിച്ചം എന്തായിരിക്കും വരുന്നത്? പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ മിച്ചം 0 ആയിരിക്കും. 10 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും അല്ലേ, കാരണം അവസാനത്തെ അക്കം 0 ആണ്, അതുകൊണ്ട് 10 കൊണ്ട് ഹരിക്കാനായിട്ട് പറ്റും. അവിടെയും മിച്ചം 0 ആണ്. ഇനി ഇതിലെ രണ്ടാമത്തെ ചോദ്യം നോക്കും മക്കളെ. അടുത്തടുത്ത 5 എണ്ണൽ സംഖ്യകൾ ഏതെടുത്താലും അവയിൽ ഒരെണ്ണത്തെ 5 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാം. ഇത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കുക. സിമ്പിളാണ്. എന്താണ്? തുടർച്ചയായിട്ടുള്ള 5 എണ്ണൽ സംഖ്യകളിൽ ഒരു സംഖ്യ എപ്പോഴും 5ന്റെ ഗുണിതമായിരിക്കും. അതായത് ആ സംഖ്യയെ നമുക്ക് 5 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാനായിട്ട് പറ്റും. അപ്പോൾ പൂർണ്ണമായിട്ടും ഹരിക്കാനായിട്ട് പറ്റുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? മിച്ചമൊന്നും ഉണ്ടാവില്ല, മിച്ചം 0 ആയിരിക്കും എന്നാണ് അർത്ഥം. അപ്പൊ അതാണ് ഇതിന്റെ ഉത്തരം കേട്ടോ. മൂന്നാമത്തെ ചോദ്യം നോക്കൂ. 4ഓ അതിൽ കൂടുതലോ അക്കങ്ങളുള്ള ഒരു സംഖ്യയെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ വരുന്ന മിച്ചം സംഖ്യയുടെ അവസാനത്തെ 3 അക്കങ്ങൾ ചേർന്ന സംഖ്യയെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ വരുന്ന മിച്ചം തന്നെയാണ്. എന്തുകൊണ്ടെന്ന് വിശദീകരിക്കുക. അതെങ്ങനെയാ മക്കളെ? നമ്മള് 4 അക്കം എന്ന് പറയുന്നത് എന്താണ്? 4 അക്കമുള്ള സംഖ്യകൾ എന്ന് പറയുന്ന 1000ന്റെ സംഖ്യകളാണല്ലേ. അപ്പോൾ 4 അക്കമുള്ള ഏത് സംഖ്യ എടുത്താലും നമുക്കതിനെ 1000ഉം അതുപോലെ 100ഉം 10 20 എന്നുള്ള രീതിയിൽ എഴുതിക്കൂടെ, അല്ലെങ്കിൽ 1000ഉം 100കളും ആക്കിയിട്ട് എഴുതിക്കൂടെ? അതുപോലെ അങ്ങനെ എഴുതുന്ന സമയത്ത് നമുക്ക് എന്താവും? 1000ത്തെ നമ്മൾ 8 കൊണ്ട് ഹരിക്കണം, അതുപോലെ ബാക്കിയുള്ള 3 അക്ക സംഖ്യയും 8 കൊണ്ട് ഹരിക്കണം. അപ്പൊ 1000ത്തെ നമുക്ക് പൂർണ്ണമായിട്ടും 8 കൊണ്ട് ഹരിക്കാനായിട്ട് പറ്റും. ഓക്കെ, 125 എന്നാണ് വരുന്നത്, അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഹരിക്കാനായിട്ട് പറ്റും. അപ്പോൾ ബാക്കിയുള്ളത് ഈ 3 അക്ക സംഖ്യ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് 3 അക്ക സംഖ്യയിൽ ഉണ്ടാവുന്ന റിമൈൻഡർ എന്താണോ അതായിരിക്കും ആ സംഖ്യയുടെ റിമൈൻഡർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മിച്ചം എന്ന് പറയുന്നത്. ഇനി 5 അക്കമുള്ള സംഖ്യ ആയിക്കോട്ടെ, 10000 ആയിരിക്കും അപ്പോൾ വരിക. അപ്പോൾ 10000ഉം 1000ഉം 100ഉം ആക്കിയിട്ട് നമുക്ക് ആ സംഖ്യ മാറ്റി എഴുതാനായിട്ട് പറ്റും. 10000 കൊണ്ട് നമുക്ക് 8നെ ഹരിക്കാം, അല്ലെങ്കിൽ 1000 കൊണ്ടും ഹരിക്കാം, പൂർണ്ണമായിട്ടും ഹരിക്കാം. 3 അക്ക സംഖ്യ കൊണ്ട് മാത്രം പൂർണ്ണമായിട്ട് ഹരിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ആ സംഖ്യയിലും 3 അക്ക സംഖ്യയുടെ മിച്ചം എന്തായിരിക്കും അത് തന്നെ ആയിരിക്കും 8 കൊണ്ട് ഹരിക്കുമ്പോൾ ഉള്ള മിച്ചം, ആ സംഖ്യയുടെ മുഴുവനായിട്ടുള്ള മിച്ചവും. നമുക്കൊരു ഉദാഹരണം നോക്കാം. ആദ്യം ഞാനൊരു 3 അക്ക സംഖ്യ എടുത്തിട്ടുണ്ട്, 258. 258നെ നമ്മൾ 8 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ഹരണഫലം 32ഉം മിച്ചം 2ഉം കിട്ടുന്നു. ഇനി ഞാൻ ഇതിനെ 4 അക്ക സംഖ്യ ആക്കിയിട്ട് മാറ്റി എഴുതി, അതായത് ഒരു 1000 ചേർത്ത് കൊടുക്കണം അല്ലെ. അപ്പൊ 1258 അതിന് ഞാൻ 8 കൊണ്ട് ഹരിക്കുമ്പോൾ അവിടെയും നമുക്ക് ശിഷ്ടം 2 കിട്ടുന്നുണ്ട്. ഇനി അതൊരു 5 അക്ക സംഖ്യ ആക്കി മാറ്റി എഴുതി, അതായത് 10000 കൊണ്ട് അതിലേക്ക് ആഡ് ചെയ്തു, 10258 ആക്കി. അപ്പോഴും നമുക്ക് ശിഷ്ടം മിച്ചം 2 കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾ 6 അക്ക സംഖ്യ ആക്കിയാലും 7 അക്ക സംഖ്യ ആക്കിയാലും ഏതാക്കിയാലും
ഈ 3 സംഖ്യയുടെ മിച്ചം എന്താണോ അത് തന്നെയായിരിക്കും നമുക്ക് ആക്കങ്ങളിലെല്ലാം മിച്ചമായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മക്കളെ നിങ്ങൾക്ക് സംഖ്യാബന്ധങ്ങൾ എന്നുള്ള ഈ പാഠത്തിൽ പഠിക്കാനായിട്ടുള്ളത്. ചെറിയ ചാപ്റ്ററാണ്, പക്ഷെ പഠിക്കാൻ കുറച്ച് കണ്ടന്റ് ഉള്ള ചാപ്റ്ററാണ്. നല്ലതുപോലെ മനസ്സിരുത്തി പഠിക്കുക, ഒരുപാട് വർക്ക്സ് ചെയ്യുക, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോൾ മാത്രമേ പാഠം നമുക്ക് മനസ്സിലാവുകയുള്ളൂ കേട്ടോ. 5ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യാം. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്